തെക്കൻ കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ബോർഡറായ കാപ്പിൽ ഇടവ ആ സ്ഥലത്തെ ഒരു പ്രത്യേകതര ഉത്സവം കാണാൻ നമുക്ക് പോവാം. ഓക്കെ, കാപ്പി ബീച്ചിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വലത് സൈഡിൽ കടലും ഇടത് സൈഡിൽ കായലുമാണ് കാണുന്നത്. ഇതാണ് കാപ്പിൽ പാലം. ഈ പാലത്തിൻ്റെ അപ്പുറ വശത്ത് തിരുവനന്തപുരം, അതായത് നമ്മൾ തിരുവനന്തപുരത്തോട്ട് പ്രവേശിക്കുകയാണ് കൊല്ലം ജില്ലയിൽ നിന്ന്. വൈകിട്ട് ഒരു 5 മണിയായിട്ടുണ്ടാവും. തിരക്കുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണമാണ് ആർച്ച്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് പിരിവിട്ടാണ് ഇവിടുത്തെ ഉത്സവം നടത്തുന്നത്. അപ്പോൾ അത് വലിയ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് തിരുവനന്തപുരത്തിൻ്റെ ബോർഡറാണ് കാപ്പിലിൻ്റെ അടുത്ത് ഇടവ. റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട്, ട്രെയിന് പോകുന്നവർക്കറിയാം. ഇവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇടവ, കാപ്പിൽ, പരവൂർ, കൊല്ലം, അങ്ങനെയാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ പോകുന്നത്. ചുറ്റും കടലും കായലൊക്കെ ഉള്ള ഒരു മനോഹരമായ ഗ്രാമമാണ് ഇടവയും അതുപോലെ തന്നെ കാപ്പിലാണ് ആക്ച്വലി തിരുവനന്തപുരത്തിൻ്റെ ബോർഡർ. പക്ഷേ നമ്മുടെ ഉത്സവം നടക്കുന്നതിന് ഇടവ പാലക്കാവിലാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നൊരു പലഹാരമാണ് മുറുത്തവ. കേരളത്തിൽ വേറെ ഒന്നും കഴിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഈ തിരുവനന്തപുരത്ത് ഈ ഇടവ ഈ അമ്പലത്തിലെ ഉത്സവത്തിന് മാത്രമാണ് ഇത് കിട്ടുക. വെറും മുറുത്തവയല്ല, ചിക്കൻ മുറുത്തവ. അപ്പോൾ അതുണ്ടാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. പൊറോട്ട കടിക്കുന്ന അതേ മാവിനകത്ത് ചിക്കനും ഇഞ്ചി, ബീട്രൂട്ട്, ക്യാരറ്റ്, ബീൻസ്, സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, അങ്ങനെ എന്തൊക്കെ ചേർക്കാമോ അതെല്ലാം ചേർത്ത്, ക്യാബേജ്, ഇതെല്ലാം ചേർക്കുകയാണ്. വീഡിയോയിൽ നിങ്ങൾ കണ്ടോളൂ. വെണ്ണയും നെയ്യൊക്കെ ചേർക്കും കേട്ടോ. മുട്ട അടിക്കും. ചിക്കൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുകയാണ്, അതും ഇതിനകത്ത് ചേർക്കും. അങ്ങനെ കുറേ ഉണ്ടകളാക്കി ഒരു പ്രത്യേകതരം സ്റ്റൂളും അടുപ്പും ഒക്കെ വെച്ച്, അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ കാണാൻ പറ്റും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, വേറെ എങ്ങും കണ്ടിട്ടില്ല. എൻ്റെ വീട് ശരിക്കും ഇടുക്കിയിലാണ്. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായിട്ട് സർപ്രൈസ് ചെയ്തതാണ് ഇതിൻ്റെ പേര് കേട്ട്. മുറുത്തവ, ഓർത്തു വെച്ചോളൂ, മുറുത്തവ. ഇതുപോലെ ഒരുപാട് സെറ്റ് ആൾക്കാർ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഗ്രൂപ്പായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സംഭവം കൊള്ളാമോ? അടിപൊളിയായിട്ടുണ്ട് സംഭവം, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാപ്പിലോട്ടൊക്കെ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്സവത്തിൻ്റെ സമയത്ത് വരിക, ചിക്കൻ മുറുത്തവ കഴിക്കുക. ഇതിപ്പോൾ രാത്രിയിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. അതും 10-11 മണിയോട് അടുക്കുമ്പോഴാണ് എല്ലാവരും ഉത്സവം കാണാൻ വെളിയിറങ്ങുന്നത്. കാര്യം ഈ ആർച്ചുകളൊക്കെ അലങ്കരിച്ച് ആ സമയത്താണ് റെഡിയാവുക. ഞാൻ പറഞ്ഞ മതേതരത്തിൻ്റെ ബോർഡുകൾ കാണാം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാം കൂടി ചേർന്നാണ് ഇവിടെ ഉത്സവം നടത്തുന്നത്. അത് വളരെ നല്ലൊരു മതേതര കേരളത്തിനും മതേതര ഇന്ത്യക്കും ചേരുന്ന നല്ലൊരു ഉദാഹരണമാണ് ഇടവയെന്ന് കാണുന്നത്. ഈ ഇടവയിന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കാപ്പിൽ ബീച്ചിലോട്ട്. അതേപോലെ തന്നെ ഇടവയിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ വർക്കല ബീച്ചിലോട്ട്. പിന്നെ മൺട്രോ തുരുത്തിലോട്ട് ഇവിടെ നിന്നൊരു
30 കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇടവേൽ വന്നു കഴിഞ്ഞാൽ ചുറ്റുവട്ടം ഒരുപാട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. വർക്കല, പാപനാശം, അങ്ങനെ ഇടവേൽ വന്നു കഴിഞ്ഞാൽ ഒരു കൊള്ളാം, വളരെ മനോഹരമായ ഗ്രാമമാണ്. ഇടവേൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റി കറങ്ങാനുണ്ട്, കാണാനുമുണ്ട്. ഇതാണ് കെട്ടുവള്ളം. ഇത് ഞാൻ വേറെ സ്ഥലങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഐ മീൻ കൊല്ലത്തെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതൊക്കെയാണ് തെക്കൻ കേരളത്തിന്റെ ഉത്സവങ്ങളുടെ സ്പെഷ്യൽ എന്ന് എനിക്ക് തോന്നുന്നു. റോഡിലൂടെ പോകുന്ന വള്ളം. രാത്രി എല്ലാ ആറാട്ടത്തിനൊക്കെ ശേഷം ഒരു 11 വീണ്ടും ഉത്സവം തുടങ്ങുന്നതുപോലെ തന്നെ ആണ് ഈ ഗരുഡം പോവാറ്. ഇത് പല പല കരയിൽ നിന്നുള്ളവർ ഒരുപാട് ഗരുഡനെ ഇറക്കി കൊണ്ടുപോകും. ഇത് വ്രതം നോക്കിയിട്ടാണ് ഇവരൊക്കെ ഗരുഡന്റെ വേഷം കെട്ടുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.